മതവിദ്വേഷ പരാമർശ കേസിൽ PC ജോർജിന് ജാമ്യം. അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം. അഞ്ജന അനിൽകുമാർ, പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ കണക്കിലെടുത്ത് ജാമ്യം കൊടുത്തോ PCക്ക്? സുജയ പാർവതി, ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ PC ജോർജിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുക്കണം. ഇന്നലെ പ്രതിഭാഗം കോടതിയിൽ ശക്തമായി വാദിച്ചിരുന്നു. 70 വയസ്സിലധികം പ്രായമുണ്ട്, കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും റിമാൻഡ് ചെയ്തെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിലെ ICUയിലാണുള്ളത്. ECG വ്യതിയാനമുണ്ടായിരുന്നു. അങ്ങനെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ജാമ്യം അനുവദിക്കണം എന്നതായിരുന്നു പ്രതിഭാഗം ഇന്നലെ ഉന്നയിച്ച വാദം. ഇന്നാണ് ഇപ്പോൾ വിധി വന്നത്. അല്പം മുൻപാണ് വിധി വന്നത്. ബെയിൽ ഗ്രാൻഡഡ് എന്ന ഒറ്റ വാക്കിൽ വിധി പറയുകയായിരുന്നു. ഇനിയിപ്പോൾ മറ്റ് ആരോഗ്യമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ ചികിത്സയ്ക്കായി മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സാധ്യതകൾ അടക്കമുണ്ട്. എന്തായാലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരോഗ്യം തൃപ്തികരമാണെന്നതാണ് ഇന്ന് ഡോക്ടർമാർ നൽകുന്ന റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അടക്കം മാറ്റാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇന്നലെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച പ്രധാന വാദങ്ങളിലൊന്ന് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പരാമർശങ്ങളായിരുന്നു വന്നത്. അതിനാൽ തന്നെ ജാമ്യം അനുവദിച്ചാൽ അതൊരു തെറ്റായ സന്ദേശമാകും എന്നതടക്കമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദങ്ങൾ. വിശദാംശങ്ങളിലേക്ക് പോകാം അഞ്ജന. ശ്യാം ദേവരാജ്, ലീഗൽ കറസ്പോണ്ടന്റ് കൂടി നമുക്കൊപ്പം ഉണ്ട്. ശ്യാം ദേവരാജ്, PC ജോർജിന് എന്തൊക്കെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാമ്യം കൊടുത്തിരിക്കുന്നത്? സുജയ പാർവതി, ഇതിന്റെ ഈ ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടില്ല. അങ്ങനെ പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് എന്തൊക്കെ വ്യവസ്ഥകളാണ് കോടതി ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, മതവിദ്വേഷ പരാമർശ കേസിൽ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ നേരത്തെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി നിഷേധിച്ചു. അതിനുശേഷം ഒരു തവണ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി തന്നെ തള്ളുകയും ചെയ്തു. രണ്ടാമത്തെ ജാമ്യാപേക്ഷയിലാണ് PC ജോർജിന് ആശ്വാസകരമായൊരു നടപടി ഉണ്ടാകുന്നത്. ഇന്നലെ വാദം കേട്ട് പൂർത്തിയായി വിധി പറയാൻ വേണ്ടി മാറ്റിയ ശേഷമാണ് ഇന്ന് മജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്നത്. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി PC ജോർജിന് ആശ്വാസകരമായ അനുകൂലമായ ഒരു നിലപാട് കൈക്കൊള്ളുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ജാമ്യം നൽകുമ്പോഴും അതിനപ്പുറത്തേക്ക് ഉറപ്പായും അതിൽ ജാമ്യവ്യവസ്ഥകൾ എന്നത് ഈ സമാന കുറ്റകൃത്യം ആവർത്തിക്കരുത് എന്ന വ്യവസ്ഥ അതിലുണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. മാത്രമല്ല കർശനമായ ജാമ്യവ്യവസ്ഥകളടക്കം അതിൽ ഉണ്ടാകുമെന്ന കാര്യവും വ്യക്തതയുണ്ട്. പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ എന്ന കാര്യത്തിൽ അല്പസമയത്തിനുള്ളിൽ അതിൻ്റെ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. PC ജോർജിനെ നേരത്തെ ഹൈക്കോടതി തന്നെ കടുത്ത ഭാഷയിലാണ് ശകാരിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തത്. മതേതരത്വത്തെ ലംഘിക്കുന്നതാണ് PC ജോർജിന്റെ പരാമർശം അടക്കമുള്ള പരാമർശങ്ങൾ, വിമർശനങ്ങൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിക്കുന്ന കാര്യമടക്കമുണ്ടായിരുന്നു. 30 വർഷം MLA ആയിരുന്ന ഒരാളാണ്. നിരവധിയായ ജനപ്രതിനിധി എന്ന നിലയിൽ അനുഭവ സമ്പത്തുള്ള ആളാണ്, പ്രായമുള്ള ആളാണ്. പക്ഷേ അതിൻ്റെ പക്വത PC ജോർജ് കാണിക്കുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങളാണ് നേരത്തെ ഹൈക്കോടതി ഉയർത്തിയിരുന്നത്. അതിനുശേഷമാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷം കടുത്ത നിരീക്ഷണങ്ങളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ അതിന്മേൽ സുപ്രീം കോടതിയിൽ നിന്ന് പോയാലും അനുകൂലമായൊരു നടപടി ഉണ്ടാകില്ല എന്ന ഒരു നിയമപരമായ വിലയിരുത്തൽ PC ജോർജിന്റെ അഭിഭാഷകരിൽ നിന്നുണ്ടായി. തുടർന്നാണ് PC ജോർജ് കീഴടങ്ങാൻ തീരുമാനിക്കുന്നതും കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതിയിലെത്തി കീഴടങ്ങുകയും ചെയ്തത്. തുടർന്ന് പോലീസിന് കസ്റ്റഡി അപേക്ഷ നൽകുകയായിരുന്നു. പോലീസ് PC ജോർജിനെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ പൂർത്തിയായിരുന്നു. ഇതിൽ കൂടുതൽ കസ്റ്റഡിയെടുത്തുള്ള ചോദ്യം ചെയ്യൽ കൂടുതൽ അനിവാര്യമല്ല എന്നതുകൂടി പരിഗണിച്ചാണ് കോടതി ജാമ്യം നൽകുന്നത്. മാത്രമല്ല നേരത്തെ അഞ്ജന അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രായം എന്നത് ഒരു ഘടകമാണ്. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി പരിഗണിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് PC ജോർജിന് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകാനുള്ള തീരുമാനമെടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ജാമ്യ വ്യവസ്ഥ എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ അല്പസമയത്തുള്ളിൽ തന്നെ നമുക്ക് വ്യക്തത വരും. അതിൽ ഒരു കാര്യം ഉറപ്പാണ്, കർശനമായ ജാമ്യവ്യവസ്ഥകളോട് കൂടിയാണ് PC ജോർജിന് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകിയിരിക്കുന്നതെന്ന്. നമുക്ക് അഞ്ജന അനിൽകുമാറിലേക്ക്